ഇപ്പോൾ ഈ കാണുന്ന ആൾട്ടോ ഓയിൽ സർവീസിന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വാൽ കവറിൻ്റെ പാക്കിംഗ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വാൽ കവർ അഴിച്ചപ്പോഴാണ് ഈ എൻജിൻ വളരെയധികം ദയനീയാവസ്ഥയിലാണെന്നും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ക്രാങ്ക് കേസ്. അതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഈ കിടക്കുന്നത് ഓയിലിൻ്റെ സ്റ്റെയിനാണ്. അതായത് ഓയിൽ ചേഞ്ച് ചെയ്യാതെ കാലങ്ങളോളം ഓടി കഴിയുമ്പോൾ, ഓയിൽ ലൈഫ് കഴിയുമ്പോൾ ഓയിൽ എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീസ് പോലെ പറ്റി പിടിക്കും. എന്നിട്ട് അത് ഡ്രൈ ആവും. എന്നിട്ട് അതെല്ലാ പാർട്സിനെയും കവർ ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൂബ്രിക്കേഷനും കാര്യമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ചെറിയ നോയ്സ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് കസ്റ്റമർ ഈ ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് ഓയിൽ ചേഞ്ചിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ വാൽവ് കവർ അഴിച്ച് എഞ്ചിൻ ആ ഒരു ഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് ഫ്ലഷ് ചെയ്തുകൊണ്ടിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഈ ക്രാങ്ക് കേസിൽ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും മെറ്റൽ പാർട്ടിക്കിൾസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ക്രാങ്ക് കേസ് അടിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവമാണ് അതിൻ്റെ ഓയിൽ സ്ട്രെയിനർ. അതായത് ഓയിൽ പമ്പിൻ്റെ ഒരു ഫിൽറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടാണ് ഓയിൽ പമ്പ് ഓയിൽ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സാധനം വന്ന് അടിയുന്നത് ക്രാങ്ക് കേസിലാണ്. അപ്പോൾ ഈ ക്രാങ്ക് കേസ് അടിച്ച് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രാങ്ക് കേസിലുള്ള ഈ കംപ്ലീറ്റ് സാധനവും പിന്നീട് ഓയിൽ വലിക്കുമ്പോൾ അത് വന്ന് കയറിയിട്ട് ഈ ഒരു ഫിൽറ്റർ, ഈ ഒരു ഓയിൽ സ്ട്രെയിനർ അടഞ്ഞു പോകും. ഈ ഓയിൽ സ്ട്രെയിനർ അടഞ്ഞാൽ പിന്നെ ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഓയിൽ എഞ്ചിന് കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, എഞ്ചിനൊന്ന് ഡെഡ് ആവും, അത്രേ ഉള്ളൂ. What? Bro, what are you talking about, man? എഞ്ചിനൊന്ന് ഡെഡ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാൽവ് കവർ നമ്മൾ ഓൾറെഡി അഴിച്ച് ക്ലീൻ ചെയ്ത് ഫ്ലഷ് ചെയ്താണ്, പാക്കിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മസ്റ്റായിട്ട് ക്രാങ്ക് കേസ് അഴിച്ച് ക്ലീൻ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളും കംപ്ലീറ്റ് വേസ്റ്റേജും ചെന്ന് അടിയുന്നത് ക്രാങ്ക് കേസിലാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓയിലൊന്നും ചേഞ്ച് ചെയ്യാതെ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.